മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ നാവികസേനയുടെ കരുത്ത് വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി USS ജോർജ് H.W. ബുഷ് എന്ന വിമാനവാഹിനി കപ്പൽ മിഡിൽ ഈസ്റ്റിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. USS എബ്രഹാം ലിങ്കൺ അറേബ്യൻ കടലിലും ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആൽഫോർഡ് ചെങ്കടലിലുമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ USS ജോർജ് W. ബുഷ് എന്ന വിമാനവാഹിനി കപ്പൽ കൂടി മേഖലയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള 16ലധികം അമേരിക്കൻ യുദ്ധക്കപ്പലുകളാണ് ഇപ്പോൾ ഇറാൻ നേരെ ആക്രമണം നടത്തുന്നത്. 2003 ഇറാഖ് അധിനിവേശന ശേഷമുള്ള ഏറ്റവും വലിയ നാവികസേനാ വ്യൂഹത്തെയാണ് അമേരിക്ക ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരിക്കുന്നത്. ഇറാൻ നേരെ കനത്ത സൈനിക ആക്രമണം ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയ തൊട്ട് പിന്നാലെയാണ് അമേരിക്കയുടെ ഈ സുപ്രധാന സൈനിക നീക്കം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം കൂടുതൽ തീവ്രവും മാരകവുമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണെന്നാണ് പുതിയ സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നത്.